മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്ത ഇന്ന് കൊച്ചി ED ഓഫീസിൽ ഹാജരാകണം. കഴിഞ്ഞ ആഴ്ച CMRL ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആരും ഹാജരായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് കമ്പനി MDക്ക് നോട്ടീസ് അയച്ചത്. നവമി ദിനേശ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. നവമി, CMRL MDയോട് ഇന്ന് ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം പ്രധാനപ്പെട്ട രേഖകൾ ഹാജരാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിലാണ് ഇപ്പോൾ ED അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കാരണം EDയുടെ ഈ ഒരു ഹർജി, EDയുടെ ഈ ഒരു സമൻസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. പക്ഷെ അന്ന് ഹൈക്കോടതി അത് തള്ളിയിരുന്നു. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കില്ല എന്ന് ED കോടതിയെ അറിയിച്ച സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CMRL MD ഉൾപ്പെടെയുള്ള 4 ഉദ്യോഗസ്ഥർ ഇന്ന് ED ഓഫീസിൽ ഹാജരാകുന്നത്. 11 മണിയോടുകൂടിയായിരിക്കും ഇവർ ഹാജരാകുക. കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ, മാനേജർ NC ചന്ദ്രശേഖർ, സീനിയർ IT ഓഫീസർ അജു എന്നിവരാണ് ഇന്ന് EDക്ക് മുൻപിൽ ഹാജരാകുന്നത്. ഇവരോട് ചില രേഖകളും ഒപ്പം ഈ വീണ വിജയന്റെ കമ്പനിക്ക് നൽകിയ തുകയുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് അടക്കം ഹാജരാക്കണം. ഒപ്പം മറ്റു ചില രേഖകളും ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ രേഖകളോടുകൂടിയായിരിക്കും ഇവർ 4 പേരും ഇന്ന് EDക്ക് മുന്നിൽ ഹാജരാകുന്നത്. ഇവരെ ഒരുമിച്ചിരുത്തിയാണോ അതോ ഓരോരുത്തരായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്കാണോ ED കടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അത് ഈ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമ്പോൾ മാത്രമേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ സേവനമൊന്നും ചെയ്യാതെയാണ് വീണയുടെ കമ്പനിക്ക് ഇവർ CMRL മാസപ്പടി നൽകിയത്. പക്ഷെ അത് എന്തിനു നൽകി എന്നുള്ളതിന് സേവനം നൽകി. പക്ഷെ എന്ത് സേവനം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇവരൊരു വ്യക്തത വരുന്നില്ല. അതിനെ തുടർന്നാണ് ഇതൊരു കള്ളപ്പണ ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം EDക്ക് മുന്നിൽ വരികയും ചെയ്തത്. അതിനെ തുടർന്നാണ് ഈ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തത്. എന്തായാലും മാസപ്പടി വിവാദത്തിൽ ഇലക്ഷനൊക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു കേസിൽ, അത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട ഒരു കേസിൽ ED ആദ്യഘട്ട ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. അതും മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് വരെ നീളുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ആര്യ, തീർച്ചയായും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.